ശനി ശിക്നാപൂർ ക്ഷേത്രം മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ശനി ക്ഷേത്രമാണ് ശനി ശിക്നാപൂർ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് പരമ്പരാഗതമായ അർത്ഥത്തിൽ ഒരു പ്രത്യേക കാലയളവിൽ നിർമ്മിച്ചു എന്ന ഒരു ഖ്യാതിയില്ല. പകരം ഇവിടെ മനുഷ്യർ നിർമ്മിച്ച വലിയൊരു ക്ഷേത്രഘടനയോ ശ്രീകോവിലോ മേൽക്കൂരയോ ഇല്ലാതെ പ്രകൃതിദത്തമായ രൂപം കൊണ്ട ഒരു വലിയ കറുത്ത ശിലയാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. സ്വയംഭൂ വിഗ്രഹമായിട്ട് ഇത് കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മനുഷ്യനിർമ്മിത ക്ഷേത്രമല്ല, മറിച്ച് പ്രകൃതിദത്ത പുണ്യ സങ്കേതമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രാമവാസികൾ ചേർന്നാണ് ഈ ശില ഒരു തറകെട്ടി അതിൽ പ്രതിഷ്ഠിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് കടുത്ത പ്രളയമുണ്ടായതായി പറയുന്നു. പ്രളയത്തിന് ശേഷം പ്രാദേശികരായ ഇടയന്മാർക്ക് നദീതീരത്ത് നിന്നും വിചിത്രമായ ഒരു കറുത്ത ശില ലഭിച്ചു. അവരിലൊരാൾ ഒരു കമ്പുകൊണ്ട് ആ ശിലയിൽ തൊട്ടപ്പോൾ അതിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. പരിഭ്രാന്തരായ ഗ്രാമവാസികൾക്ക് മുന്നിൽ അന്നു രാത്രി ശനിദേവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും ആ ശില തൻ്റെ സ്വയംഭൂ രൂപമാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. തനിക്ക് മേൽക്കൂരയോ ശ്രീകോവിലോ ആവശ്യമില്ലെന്നും തുറസായ ആകാശത്തിന് കീഴിൽ ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ശനിദേവൻ നിർദ്ദേശിച്ചു. കൂടാതെ തന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന ഈ ഗ്രാമത്തെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും മോഷണങ്ങളിൽ നിന്നും താൻ സംരക്ഷിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അതിനെ തുടർന്നാണ് ഗ്രാമവാസികൾ ആ ശില നിലവിളക്കുകൾ മാത്രം സ്ഥാപിച്ച് ആരാധിക്കുവാൻ തുടങ്ങിയത്. ഇന്ത്യയിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ മേൽക്കൂരയോ ചുവരുകളോ ഇല്ല. 5 അടിയിലധികം ഉയരമുള്ള കറുത്ത ശിലാവിഗ്രഹം ഒരു തുറന്ന തറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശനിദേവൻ തങ്ങളെ കാത്തുകൊള്ളുമെന്ന ഉറച്ച വിശ്വാസമുള്ളതിനാൽ ഈ ഗ്രാമത്തിലെ വീടുകൾക്കോ കടകൾക്കോ വാതിലുകൾക്കോ പൂട്ടുകളോ ഇല്ല എന്നാണ് പറയുന്നത്. വിദേശികളെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഇവിടുത്തെ യൂക്കോ ബാങ്ക് എന്ന ബാങ്കിന് പോലും പരമ്പരാഗതമായ പൂട്ടുകളുള്ള വാതിലുകളില്ല. ഈ ഗ്രാമത്തിൽ മോഷണങ്ങളോ മറ്റു കുറ്റകൃത്യങ്ങളോ നടക്കാറില്ലെന്നാണ് വിശ്വാസം. ആരെങ്കിലും മോഷ്ടിക്കുവാൻ മുതിർന്നാൽ ശനിദേവൻ്റെ കോപത്തിന് ഇരയാകുമെന്നും അവർ വിശ്വസിക്കുന്നു. ഇവിടെ പ്രധാനമായിട്ടുള്ള വഴിപാടുകൾ എന്ന് പറയുന്നത് തൈലാഭിഷേകവും കറുത്ത തുണിയും അതുപോലെ തന്നെ കറുത്ത എള്ള്, കറുത്ത കുതിരലാടം, പിന്നെ എണ്ണ ആയിട്ടുള്ളത് എള്ളെണ്ണയോ കടുകെണ്ണയോ ഒക്കെ, അതുപോലെ തന്നെ നീലപ്പൂക്കളൊക്കെ ഇവിടെ പ്രധാന വഴിപാടുകളൊക്കെ ആയിട്ട് നമ്മൾ സമർപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ശനിയാഴ്ചകളും അമാവാസി ദിവസങ്ങളിലെ ശനി ജയന്തിയുമൊക്കെ ഇവിടെ വിശേഷ പൂജയായിട്ട് കൊണ്ടാടാറുണ്ട്. ഇതൊരു പ്രത്യേക ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിനനുസരിച്ചുള്ള വസ്ത്രധാരണ രീതി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്ഷേത്രങ്ങളിൽ സാധാരണ സന്ദർശിക്കുമ്പോൾ ഒതുങ്ങുന്ന മാന്യമായ വസ്ത്രധാരണ രീതി പുരുഷന്മാരും സ്ത്രീകളും അവലംബിക്കുക. ഇവിടെ എങ്ങനെ എത്തിച്ചേരാമെന്ന് നോക്കിയാൽ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ നെവാസ താലൂക്കിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ ഷിർദിയിൽ നിന്നുമൊക്കെ ഏകദേശം 74 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരമുള്ളത്. ഷിർദിയിൽ നിന്നൊക്കെ ആണെങ്കിൽ അഹമ്മദ് നഗറിലേക്ക് ധാരാളം ടാക്സികളും ബസ്സുകളുമൊക്കെ അവൈലബിൾ ഉണ്ട്. അഹമ്മദ് നഗറിൽ നിന്നുമാണെങ്കിൽ ഏകദേശം 35 കിലോമീറ്റർ ദൂരം മാറിയാണ് ഈ ക്ഷേത്രമുള്ളത്. ഏറ്റവും അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് അഹമ്മദ് നഗറാണ്. പിന്നെ കോപ്പർഗാവ് റെയിൽവേ സ്റ്റേഷനും അടുത്താണ്. കുറച്ചുകൂടെ ദൂരെ ആയിട്ടാണ് ഷിർദി സായി നഗർ റെയിൽവേ സ്റ്റേഷനും കൂടി വരുന്നത്. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം എന്ന് പറയുന്നത് ഷിർദി എയർപോർട്ടാണ്. ഇത് കൂടാതെ തന്നെ പൂനെയോ അല്ലെങ്കിൽ ഔറംഗാബാദ് അഥവാ ഛത്രപതി സംഭാജി നഗറിലെ വിമാനത്താവളങ്ങൾ വഴിയുമൊക്കെ നമുക്ക് ഈ ശനി ശിക്നാപൂർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ശനിദോഷങ്ങൾ മാറുന്നതിനും ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതിനുമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദിവസേന 10,000-കണക്കിന് ഭക്തരാണ് ഈ അത്ഭുത ഗ്രാമത്തിലേക്ക് എന്നും എത്തിച്ചേരുന്നത്. സാധനാഭാവത്തിനൊപ്പം നമുക്ക് സന്ദർശിക്കാൻ വളരെ പ്രശസ്തമായിട്ടുള്ള ശനി ശിക്നാപൂർ ഗ്രാമവും ഇവിടുത്തെ ശനിദേവനെയും സ്വാഗതം.